ട്രംപ് അഡ്മിനിസ്ട്രേഷൻ യുണൈറ്റഡ് നേഷൻ്റെ പല പ്രോജക്ട്സുകളും പ്രോഗ്രാം ഇതിനെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തതിൻ്റെ പേരിൽ, അതായത് ഫണ്ട് നിർത്തലാക്കിയതിൻ്റെ പേരിൽ ഏകദേശം, അതായത് കഴിഞ്ഞ 2 ദിവസത്തെ കണക്കനുസരിച്ച് 12,000 മുതൽ 15,000 പേരുടെ ഓളം ജോലി പോയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ട് ആ പ്രോജക്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നേരിട്ടും പലരുടെയും ജോലി പോയി. ഇപ്പം നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് ഈ ദുരന്ത അതിൻ്റെ തലവനൊക്കെ ആയിരുന്നു. ആ ഓഫീസിൽ എനിക്കറിയാവുന്ന ചില ആൾക്കാരുടെയൊക്കെ ജോലി പോയിട്ട് എനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ കാര്യം എന്തായെന്ന്. പക്ഷേ അറിയാൻ സാധിക്കുന്നത് പല ആൾക്കാർ, എൻ്റെ പല സുഹൃത്തുക്കളുടെയും ജോലി പോയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. ഈ ഗാസയുമായിട്ടും പലസ്തീനുമായിട്ടും യമനുമായിട്ടും പല ഹ്യൂമനിറ്റേറിയൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അതേപോലെ ആഫ്രിക്കയിൽ എയ്ഡ്സ് പ്രോഗ്രാം, അതിൻ്റെ ഒരു ഫണ്ടിങ്. ബംഗ്ലാദേശിൽ ഏകദേശം അതിൻ്റെ പണം വാങ്ങി മാത്രമാണ് അവിടുത്തെ ഹെൽത്ത് സെക്ടർ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഏകദേശം 6,000-7,000 പേരുടെ ജോലിയാണ് പോയിരിക്കുന്നത്. കാരണം ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സസ് ആണ്. കാരണം പിന്നെ പൈസ ഇല്ലാതായി. പിന്നെ ഉറുങ്കൻ മുസ്ലിംസ് അവരെ ചെയ്യുന്ന സംഭവം അതിനകത്ത് ജോലി പോയി. അതായത് ഏകദേശം അപ്രോക്സിമേറ്റ് കണക്കനുസരിച്ച് ഞാൻ ഈ പറയാൻ 10,000, 12, 13,000 അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ 2 ആഴ്ച കഴിയുമ്പോൾ പുറത്ത് വരും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇവർക്ക് താക്കീതും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ യുണൈറ്റഡ് നേഷൻ എന്നും പറയാൻ വിളച്ചെറുതും കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സംഭവത്തിൻ്റെ കൂടെ ഫണ്ട് എടുത്ത് കളയും. അതായത് യുണൈറ്റഡ് നേഷനെ പിടിച്ച് പുറത്താക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാൻ സാധിക്കുന്ന 1.5-2 ലക്ഷം ആൾക്കാർ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് യുണൈറ്റഡ് നേഷനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഒത്തിരി വളരെയധികം ഈ ലെഫ്റ്റ് ലിബറൽ ഹമാസ് തീവ്രവാദ അതുമായി ബന്ധപ്പെട്ട ഇൻ്റലക്ച്വൽസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറി. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. പല ആൾക്കാരുടെയും പേരുകൾ എടുക്കുമ്പോഴറിയാം. ഒരു ലെഫ്റ്റ് ലിബറൽ, ഒരു പ്രോ ഹമാസ്, പ്രോ ഇസ്ലാമിക് തീവ്രത, ഇവരുടെ ഒത്തിരി പേരുടെ ജോലി അങ്ങ് പോയി. ഇപ്പം പല ആൾക്കാരും അവിടുന്ന് പാണ്ഡവൊക്കെ കെട്ടി അടുത്ത ജോലി എന്താണെന്നും പറഞ്ഞ് നോക്കുന്ന ആൾക്കാർ അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല അവരുടെ പോസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ബേസിക്കലി ഇത് ഭയങ്കര കബളിപ്പീരായിട്ട് മാറി. ഒരു യുണൈറ്റഡ് നേഷൻ്റെ പ്രോഗ്രാമാണ്. നമ്മൾ ഇഷ്ടം പോലെ പണം കിട്ടും. ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ഭയങ്കര 5 സ്റ്റാർ രീതിയിലുള്ള ഓഫീസും പരിപാടിയും അതേപോലുള്ള യാത്രയും. ഇവരെ കൊണ്ടുള്ള പ്രയോജനം അത് വലിയ പൂജ്യമായിരുന്നു. കാരണം ഇവരുടെ ഹ്യൂജ് എക്സ്പെൻസാണ്. ഇതിനെ താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇതിങ്ങനെ വളർന്ന് ഒരു വെള്ളാന് പോലെ അങ്ങ് വളർന്നു. അപ്പം അതിനകത്തോട്ട് ഡെലിബറേറ്റ് ആയിട്ട് ഒരു ലെഫ്റ്റ് ലിബറൽസ് അവരുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറി. എല്ലാ കിട്ടുന്ന സമയത്തെല്ലാം മെയിൻ ഫണ്ടറായിട്ടുള്ള അമേരിക്ക ക്രിട്ടിസൈസ് ചെയ്യുക മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ ജോലി. പിന്നെ അവർക്ക് ശമ്പളവും കൊടുക്കുന്നതും എല്ലാം നടത്തുന്ന ആ രാജ്യമാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പിന്നീട് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് ഇസ്ലാമിക ഭീകരത അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് ഈ ഹമാസ് ഇസ്രായേൽ വാറിനകത്താണ് ഇത് ഓപ്പണായിട്ട് വരുന്നത്. ഇത് ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ഇത് ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ട്രംപ് വന്നു കഴിഞ്ഞപ്പം ഇസ്രായേലിൻ്റെ നിർബന്ധമായിരുന്നു ഇത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യണം. എത്ര സ്റ്റാഫുകളുണ്ട്, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, എന്താണ് അവരുടെ ഔട്ട്പുട്ട്, എത്രയാണ് അമേരിക്ക കൊടുക്കുന്നത്, ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ ഓഡിറ്റ് ഇല്ലാങ്ങ് എടുത്ത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ് പോകില്ല എന്ന്. ഇതിൽ ഞെട്ടിയിരിക്കുകയാണ് UN-കാർ. അവരൊരു കാരണവശാലും ഇത് പ്രതീക്ഷിച്ചില്ല. ഇസ്രായേൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് UN-ൻ്റെ വേണ്ടാത്ത പ്രസ്താവനകളുണ്ട്. UN വോളണ്ടിയേഴ്സാണെന്നും പറഞ്ഞുകൊണ്ട്, ഹെൽത്ത് വർക്കേഴ്സാണ് അവരെ സഹായിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്, അവർക്ക് ആഹാരം കൊടുക്കുന്നതെന്നും പറഞ്ഞ് വേറൊരു പ്രോജക്റ്റുണ്ട്. അതിനകത്ത് കയറിയതിന് മുഴുവൻ ഹമാസുകാരും ഈ ഇസ്ലാമിക തീവ്രവാദികളുമായിരുന്നു. ഇതിൻ്റെ കണക്കുൾപ്പെടെ ഇസ്രായേൽ അമേരിക്കയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയ്ക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ പണം വാങ്ങിച്ചിട്ട് തീവ്രവാദിയും അമേരിക്കയ്ക്കെതിരെ പണിയാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ ആൾക്കാരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിക്കുന്നതിനോട് ദൂരെ കിടന്നത്. അപ്പം
ഡൽഹി ഓഫീസിലും പലരെ എടുത്ത് മാറ്റാനുള്ള തയ്യാറെടുപ്പുണ്ട്. അതേപോലെ UN-ൻ്റെ ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരുടെയും തലയുള്ളൂ. അതിൻ്റെ അകത്ത് ഒത്തിരി ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന അധികം UN-ൻ്റെ അകത്ത് അവരൊരു ലെഫ്റ്റ് ലിബറൽ ഒരു പ്രോ ഹമാസ് ഇസ്ലാമിക് ലൈനാണ് ഇവരുടെ പൊളിറ്റിക്സ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെടുത്ത് നോക്കുക പല ആൾക്കാരുടെ നിങ്ങൾ ഈ അറിയാവുന്ന ആളുടെയും സംഭവം എടുത്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് പിണറായിയുടെ ഓഫീസിൽ പോകുന്നു, അതിവിടെ നടത്തണം, ഇതിവിടെ നടത്തണം, ഒരു ലെഫ്റ്റ് രീതിയിലുള്ള സംഭവം. അപ്പം ഇത് ഞാനുണ്ടാക്കിയെടുത്തല്ല, നിങ്ങൾ അതിൻ്റെ സീനിയറായിട്ട് ജോലി ചെയ്യുന്ന പല ആൾക്കാരുടെ അവരുടെ പൊളിറ്റിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൃത്യമായിട്ട് പറയാം, ഇവരെ കൊണ്ട് ഈ ലോകത്തിലൊരു കുന്തവും പ്രയോജനമില്ല. ഈ പലയിടത്തും പ്രളയവും ഗ്രാപ്പും കോപ്പും ഒക്കെ ഉണ്ടാക്കും. ഇവരെവിടെയാണ് പോയി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 5 വർഷത്തെ ഓഡിറ്റ് എടുക്കും. ഇവരൊരു വിസിറ്റൊക്കെ നടത്തുമെന്നല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണ വേണം. ഇവരെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ അതൊരു ഹ്യൂജ് എക്സ്പെൻസ് ആണ്, താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇവരുടെ സഹായം വേണ്ടാന്ന് വെക്കുക. കാരണം വെള്ളാനയായിട്ട് ഇങ്ങനെ വലിയ ലോകത്തിലെ വലിയ വലിയ സിറ്റികളിൽ വലിയ ഓഫീസും താമസവും സൗകര്യം അഴിച്ച് പൊളിച്ചങ്ങ് സൂചിക്കുക. അപ്പം ഇത് നേരത്തെ അങ്ങ് ഓഡിറ്റ് ചെയ്ത് അമേരിക്ക, എന്നിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഊറെ കളഞ്ഞത്. കാരണം ഇത്രമാത്രം രാജ്യങ്ങൾ ഫണ്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സാധനം അതിൻ്റെ മേജറായിട്ട് ഫണ്ട് ചെയ്യുന്ന അമേരിക്കയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫണ്ടിങ് എന്ന് പറയുന്നത് ജർമ്മനിയാണ്. പക്ഷെ അമേരിക്ക ഭയങ്കര വ്യത്യാസമുണ്ട്. ജർമ്മനി നീ അറിയാൻ സാധിക്കുക ജർമ്മനി ആ ഫണ്ട് നിർത്താൻ പോവുകയാണ്. പിന്നീട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്ന മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുക, ദുബായിലോ സൗദിയിലോ അതിൻ്റെ ഓഫീസാക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് മേജർ ഫണ്ട് അമേരിക്കയും ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് UN-നെ ഡിസ്മാൻഡിൽ ചെയ്യുക എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഉദ്ദേശം. അമേരിക്ക പറഞ്ഞ അവൻ്റെ ഫണ്ട് മേടിച്ച് അവൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൻ്റെ രാജ്യത്തിരുന്ന് അമേരിക്കയെ തെറി വിളിക്കുന്നതിന് ആവശ്യമെന്തു? ഇത് എലോൺ മസ്ക് ചോദിച്ച ചോദ്യം കറക്റ്റ്. ഞാൻ ഫണ്ട് ചെയ്ത് എൻ്റെ രാജ്യത്തിരുന്ന് എന്നെ തെറി വിളിക്കുന്നു, എൻ്റെ കാര്യങ്ങളും എൻ്റെ പല താല്പര്യങ്ങളും അതിന് മുഴുവനും പാര വെക്കുന്നു, പിന്നെ എന്തിനാ ഞാൻ ഫണ്ട് തരുന്നത്? ലെറ്റ് ഇറ്റ് ബി ക്ലിയർ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ മണ്ടന്മാർക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. ഇവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്, എങ്ങനെയാണ് ഇത് പോകുന്നതൊന്നും നോക്കാതെ വായി തോന്നുന്ന പോലെ പ്രസ്താവനയും മറ്റ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് വിടുവാത്തരവും വിളിച്ചു പറഞ്ഞതിന് എത്ര ആൾക്കാരുടെ ജോലിയാണ് പോകുന്നത്? പൊട്ടത്തരവും മണ്ടത്തരവും. ഇതിനകത്തൊക്കെ ട്രംപ് വളരെ ചാമ്പ്യനായി. ഈ ട്രംപിൻ്റെ ഈ യുണൈറ്റഡ് നേഷനുമായിട്ട് ഡിസിഷൻ USAID വെട്ടിക്കുറച്ചതിനെ പറ്റി അമേരിക്കയിൽ പ്രത്യേകിച്ച് അമേരിക്കൻ സിറ്റിസൺ അവർക്ക് ഭയങ്കര അഭിപ്രായം. കാരണം ഇതെന്നേ നിർത്തേണ്ട ഒരു സാധനമായിരുന്നു. ഇത് അമേരിക്ക കയറി ട്രംപ് കയറി ഇതിനെ കഴുത്തിനെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പേടിയ അമ്മമാരുടെയും പേടി തീരും. ഏതായാലും ഈ ഒരു സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. നല്ലൊരു സ്റ്റെപ്പ് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ UN-നുമായിട്ട് നടന്ന ഈ സംഭവത്തിൽ ഏർപ്പെടുത്തിയ ഈ വിലക്ക്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.